ഒരു ഡോക്ടറെ അടുത്ത് ഒരാൾ പറയുക സുഖല്ല, ഡോക്ടറെ അടുത്ത് പോണോന്ന്. അപ്പൊ ഇയാളെ ചെയ്തു, ഡോക്ടറെ അടുത്ത് പോയി. എന്നിട്ടോ കുറച്ചേരം അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇതാണോ ഡോക്ടറെ അടുത്ത് പോകണമെന്ന് തന്നെ അർത്ഥം? അല്ല. ഡോക്ടറെ അടുത്ത് പോകണം, പോയിട്ട് രോഗവിവരം പറയണം, എന്നിട്ട് ഡോക്ടർ അതിൽ ഇടപെടണം, എന്നിട്ട് ഡോക്ടർ അതിന് വേണ്ടത് പറഞ്ഞു തരണം, അത് നീ സ്വീകരിക്കണം. ഇത്രയും അർത്ഥമില്ല അതിന്. പറയൽ എന്തേ പറയുള്ളൂ? ഡോക്ടറെ അടുത്ത് പോകണം അല്ലേ? തെറ്റ് ചെയ്തവൻ തങ്ങളെടുത്ത് വരണം, തങ്ങളെടുത്ത് വന്നിരിക്കുന്ന കുത്തനക്കണോന്നാ? അല്ല. പിന്നെ അവിടുന്ന് തങ്ങളോട് പറയണം, എന്റെ അടുത്ത് തെറ്റ് വന്നുപോയി, തങ്ങൾ എനിക്ക് വേണ്ടി മാപ്പി ചോദിക്കണി, ഒരു ഗ്ലാസ് വെള്ളം തരുമോ? നല്ല ചൂടുവെള്ളം. അതെ, ഞാനിപ്പോ വെള്ളം തേടിയതാണ്, സംഘാടകരോടാണ്. അല്ലാഹു തആല എനിക്ക് ചൂടുവെള്ളം തരാൻ വേണ്ടി ഞാനിവിടെ സംഘാടകരോട് തേടിയതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ആ വെള്ളം തരുന്നവൻ ആരാണ്? ഇങ്ങോട്ടും. ആ വെള്ളം തരുന്നവൻ ആരാണ്? മോമിനായ ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വെള്ളം തരുന്നവൻ അല്ലാഹുവാണ്. പിന്നെ ഞാൻ തേടിയത് അല്ലാഹുവിൽ നിന്ന് കിട്ടാനുള്ള ഒരു കാരണമാണ്. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ്. മാറാൻ കാരണമാണ് ഡോക്ടർ, മാറാൻ കാരണമാണ് ചികിത്സ, മരുന്ന്. അതേ, അതുപോലെ മറ്റ് ചികിത്സാ മുറകള്. ഇതുപോലെ അല്ലാഹുവിങ്കിൽ നിന്ന് കിട്ടാനുള്ള കാരണമാണ് മഹാന്മാരോടുള്ള ചോദ്യം. കാരണം മഹാന്മാർക്ക് മുഅ്ജിസത്തുണ്ട്, അമ്പിയാക്കൾക്ക് കറാമത്തുണ്ട്, ഔലിയാക്കൾക്ക്. അത് മുഖേന അല്ലാഹു തആല നമുക്ക് തരും. ഏതുപോലെ? സംഘാടകര് മുഖേന എനിക്ക് വെള്ളം തരുന്നത് പോലെ, അതേ ഡോക്ടർ മുഖേന മരുന്ന് തന്ന് സുഖപ്പെടുത്തുന്നത് പോലെ. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഹബീബ് നബി തങ്ങളെ കാലത്ത് വെള്ളം കിട്ടാതെയായി. സഹാബത്ത് വന്ന് നബി തങ്ങളോട് വെള്ളത്തിന് വേണ്ടി ദാഹത്തിന്റെ കാഠിന്യത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വെള്ളത്തിന് പറഞ്ഞു. നബി തങ്ങളോട് തേടി. അങ്ങനെ തേടിയപ്പോൾ നബി തങ്ങൾ ഒരു ചെറിയ പാത്രം എടുത്തു. ആ പാത്രത്തിൽ കയ്യിന്റെ വിരലവിടെ വെച്ചു. തങ്ങളെ കയ്യിന്റെ വിരലിലൂടെ ശുദ്ധമായ വെള്ളം പൊട്ടി ഒലിക്കുന്നു. സഹാബത്ത് കുടിക്കുന്നു, ഒളു എടുക്കുന്നു, സർവ്വ വിഷയവും തങ്ങളെ കയ്യിലൂടെ കൊടുത്ത വെള്ളം കൊണ്ട് ചെയ്യുന്നു. ആരാ വെള്ളം കൊടുത്തത്? നബി തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നമാന ഖാസിബുൻ വല്ലാഹു യുതി. കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ്, ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ്. യഥാർത്ഥത്തിൽ ഉടമസ്ഥനെ കൊടുക്കാൻ പറ്റൂ. ഉടമസ്ഥൻ അല്ലാഹ് മാത്രമാണ്. അവനാണ് കൊടുക്കുന്നവനെല്ലാം, മറ്റുള്ളതൊക്കെ കാരണങ്ങളാണ്.